ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024-ൽ റിലീസായ ബൗണ്ട്ലെസ് എന്ന ഒരു ഡാനിഷ് ഡിറ്റക്റ്റീവ് ത്രില്ലർ സിനിമയാണ്. ഡിപ്പാർട്ട്മെന്റ് ക്യൂ സീരീസിലെ ഏറ്റവും പുതിയതായി റിലീസായ സിനിമയാണിത്. മുൻപ് ഡിപ്പാർട്ട്മെന്റ് ക്യൂ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുമൊക്കെ അറിയാമായിരിക്കും. കാണാത്തവർക്കൊരു ചെറിയ ആമുഖം നൽകാം. എപ്പോഴോ നടന്ന് തെളിയിക്കപ്പെടാതെ കിടക്കുന്ന പഴയ കേസുകൾ വീണ്ടും അന്വേഷിച്ച് തെളിയിക്കുന്നതിനായി ഒരു ഡിപ്പാർട്ട്മെന്റുണ്ട്. അതിന്റെ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ക്യൂ. ഇതിൽ പ്രധാന ചുമതലയിലുള്ളത് രണ്ടുപേരാണ്. ഒന്ന് കാൾ എന്ന ഇൻസ്പെക്ടർ, രണ്ടാമത്തേത് അസാദ് എന്ന അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. ആ ടീമിലേക്ക് റോസ് എന്നൊരു വനിതാ കോപ്പ് പുതുതായി ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും മനഃപൂർവ്വം ഒരു കേസ് ഏറ്റെടുക്കുകയല്ല, പക്ഷേ യാദൃശ്ചികമായി 7 വർഷം മുൻപ് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ കേസ് അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതായി വരുന്നു. അത് അന്വേഷിക്കുമ്പോൾ പുറത്തുവരുന്ന നിഗൂഢതകളും ട്വിസ്റ്റുകളും ടേണുകളുമാണ് ഈ സിനിമയുടെ കഥ. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റുണ്ട്. ആ ട്വിസ്റ്റ് വരുന്നതുവരെ ഇതാണ് ആ ട്വിസ്റ്റെന്ന് നമ്മൾക്കാർക്കും തന്നെ ഊഹിക്കാൻ കഴിയില്ല. സിനിമ തുടങ്ങുമ്പോൾ 21 വയസ്സു പ്രായം തോന്നിക്കുന്ന ആൽബർട്ട് സ്നൈഡർ എന്നൊരു പെൺകുട്ടി ഒരു വലിയ മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ മരിച്ചു കിടക്കുന്നത് കാണാം. ആ സീൻ ഒരു വല്ലാത്ത സീൻ തന്നെയാണ്. ആ സുന്ദരിയായ പെൺകുട്ടി എങ്ങനെയാണ് ആ വലിയ മരത്തിന്റെ ശിഖരത്തിലെത്തിയത്? അവളുടെ മൃതദേഹം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് ഓവർ കേൾക്കാം. ഈ ലോകത്ത് വെളിച്ചമാണെല്ലാം, ഇവിടെ ഭയത്തിന് സ്ഥാനമേയില്ല, ആ ഭയത്തെ അകറ്റുന്നത് വെളിച്ചമാണ്, അങ്ങനെയുള്ള ആ വെളിച്ചം ഞാനാണ് എന്നിങ്ങനെ ആരോ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇവിടെ ആകെ ചത്തുകിടക്കുന്ന പക്ഷികളെ കാണിച്ചുകൊണ്ട് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അടുത്ത സീനിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോസ് എന്ന ഒരു വനിതാ പോലീസ് ഓഫീസർ അവർ കപ്പൽ കയറി ഒരു ദ്വീപിലേക്ക് വന്ന് അന്ന് വിരമിക്കാൻ പോകുന്നത് പോലീസ് ഓഫീസറെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ക്രിസ്ത്യൻ. റോസ് ഡിപ്പാർട്ട്മെന്റ് ക്യൂവിൽ പുതുതായി ജോലിക്ക് ചേർന്നതാണ്. അവളെ ഇവിടേക്കയച്ച് ക്രിസ്ത്യനെ കണ്ടിട്ട് വരാൻ പറഞ്ഞുവിട്ടത് അവളുടെ മേലുദ്യോഗസ്ഥനായ കാളാണ്. കാള് തന്നെയാണ് നമ്മുടെ ഹീറോ. ഈ കാര്യം റോസിലൂടെ ക്രിസ്ത്യൻ അറിഞ്ഞതും അദ്ദേഹം പറയുന്നു, ഓഹോ, ഞാൻ ഹീറോയെ 3 മാസമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒന്നിനും വില കൽപ്പിച്ചില്ല, എന്റെ കോളിനും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ റിട്ടയർ ആകുന്ന ദിവസം അവൻ നിന്നെ ദൂതയച്ചിരിക്കുകയാണോ? അതുമല്ല, ഞാൻ സ്വയമായി റിട്ടയർ ആവുകയല്ല, ഡിപ്പാർട്ട്മെന്റ് എന്നെ നിർബന്ധിച്ചു റിട്ടയർ ആക്കിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ നിന്നോട് എന്തു പറയാനാണ്? ഈ അവസാന നിമിഷം ഞാൻ എന്തു പറയാനാണ്? അങ്ങനെ പറഞ്ഞ് ബാക്കിയുള്ള പോലീസുകാരെ എല്ലാം ഒരുമിച്ചുകൂട്ടിയ ക്രിസ്ത്യൻ തുടർന്നു, എന്റെ സർവീസിൽ ഞാൻ നീതിയും ന്യായവും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കണമെന്ന് കരുതി, പക്ഷേ അവസാനം ഞാൻ തോറ്റുപോയി. നിങ്ങളും അതുപോലെ ആകരുത് എന്നൊരു അവസാന ഉപദേശം നൽകിയിട്ട് അദ്ദേഹം ഒരു നിമിഷമൊന്ന് പോസാവുന്നു. പെട്ടെന്ന് എന്താണോ അയാൾക്ക് തോന്നിയതെന്നറിയില്ല. എല്ലാവരും നോക്കി നിൽക്കെ ക്രിസ്ത്യൻ അയാളുടെ ഗണ്ണെടുത്ത് ഒരു ഓഫീസറുടെ നേരെ ചൂണ്ടുന്നു. ബെക്ക് എന്നൊരു പോലീസ് കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടിയതും അത് കണ്ട് എല്ലാവരും പേടിച്ചുപോയി. ക്രിസ്ത്യൻ തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡാ ബെക്ക്, താഴെയിരിക്കുന്ന ആ ക്യാമറയെടുത്ത് എന്നെ റെക്കോർഡ് ചെയ്യ്. ബെക്ക് ക്യാമറയെടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അതിനു മുൻപ് ക്രിസ്ത്യൻ തന്റെ കൈ നീട്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഹീറോ ആയ കാൾ മാർക്സിന്റെ പേരെഴുതിയിരുന്നു. അത് കാണിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നു. അടുത്ത സീനിൽ റോസ് ദൂരെയുള്ള ഹീറോയെ വിളിച്ച് കാര്യം പറയുന്നു. ക്രിസ്ത്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നതിനെക്കുറിച്ച് ഹീറോയ്ക്കൊരു ധാരണയുമില്ലായിരുന്നു. കൂടാതെ ഹീറോയും ക്രിസ്ത്യനും ബെക്കും ഒരേ പോലീസ് അക്കാഡമിയിൽ ഒരുമിച്ച് പരിശീലനം നേടിയവരായിരുന്നു. എന്തായാലും സുഹൃത്ത് മരിച്ചില്ലേ, അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമല്ലോ. അതിനാൽ അവിടേക്ക് പുറപ്പെട്ട ഹീറോ യാത്രാമധ്യേ ക്രിസ്ത്യന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ വിളിക്കുന്നു. അവൻ എന്തുപറ്റി? എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത്? നിങ്ങൾക്കെന്തെങ്കിലും അറിയാമോ എന്നെല്ലാം ഹീറോ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അത് സാർ, 7 വർഷം മുൻപ് ആൽബർട്ട് സ്നൈഡർ എന്നൊരു പെൺകുട്ടിയെ ഒരു വലിയ മരക്കൊമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയില്ലേ? നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടല്ലോ. ആ കേസ് അത് ക്രിസ്ത്യന്റെ നേതൃത്വത്തിൽ ബെക്കാണ് കൈകാര്യം ചെയ്തിരുന്നത്. കേസിൽ കാര്യമായ തുമ്പുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് അതൊരു അപകട മരണമാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. എന്തുകൊണ്ടോ ആ പെൺകുട്ടി അപകടത്തിൽ തന്നെയാണ് മരിച്ചതെന്ന് വിശ്വസിക്കാൻ ക്രിസ്ത്യന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ തനിച്ച് ആ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. മറ്റെല്ലാം മറന്ന് അദ്ദേഹം ആ കേസിൽ തന്നെ മുഴുകിയതുകൊണ്ട് ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി. കൂടെ ജോലി ചെയ്യുന്നവരും അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല. ഒടുവിൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തെ നിർബന്ധിച്ച് വിരമിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ വിഷാദം കൊണ്ടാകാം അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹീറോ കപ്പലിൽ നിന്നിറങ്ങുമ്പോൾ റോസാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്. അവർ രണ്ടുപേരും ശവസംസ്കാര ചടങ്ങിന് പോകുമ്പോൾ റോസ് ചോദിക്കുന്നു, സർ, അയാൾ നിങ്ങളെ 3 മാസമായി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഒന്ന് ഫോൺ എടുത്ത് സംസാരിക്കാമായിരുന്നില്ലേ? സംസാരിച്ചിരുന്നെങ്കിൽ അയാൾ എന്തു പ്രശ്നത്തിലായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞേനെ. ചിലപ്പോൾ ഈ മരണം തന്നെ ഒഴിവാക്കാമായിരുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് റോസ് ചോദിക്കുന്നു. അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് വാക്കുകൾക്കതീതമാണ് എന്ന് പറഞ്ഞ ഹീറോ ഒഴിഞ്ഞുമാറി.
അപ്പോൾ റോസ് പറഞ്ഞു, മരിച്ചുകിടന്ന ക്രിസ്റ്റനെ കണ്ടപ്പോൾ റോസിന്റെ അച്ഛനെപ്പോലെ തോന്നിയത്രേ. എന്തിനാണ് മരിച്ച ആളെ കണ്ടപ്പോൾ നിനക്കങ്ങനെ തോന്നിയത് എന്ന് ഹീറോ ചോദിച്ചപ്പോൾ, ഹേയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നില്ലല്ലോ, പിന്നെന്തിനാണിതിന് ഞാൻ മറുപടി പറയുന്നത് എന്ന് പറഞ്ഞ് റോസ് ആ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. അവരവിടെ എത്തി. ക്രിസ്റ്റന്റെ മുൻഭാര്യയായ ജൂണും അവിടെയുണ്ടായിരുന്നു. ഹീറോയ്ക്കും ജൂണിനും മുൻപേ പരിചയമുണ്ട്. ഹീറോ ക്രിസ്റ്റ്യൻ മരിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിയ ഹീറോ ക്രിസ്റ്റ്യൻ മരിക്കുന്നതിന് മുമ്പ് കയ്യിൽ ഹീറോയുടെ പേരെഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഹീറോയ്ക്കൊരു കാര്യം മനസ്സിലായി. ആൽബർട്ട് സ്നൈഡറുടെ കേസ് തെളിയിക്കാൻ കഴിയാതെ ക്രിസ്റ്റ്യൻ വിഷാദത്തിലായിരുന്നു. ഒരുപക്ഷേ ആ കേസ് തെളിയിക്കാൻ വേണ്ടി അവസാനമായൊരു സഹായമെന്ന രീതിയിലാണ് തന്റെ പേർ കയ്യിലെഴുതിയിട്ടത് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. ആൽബർട്ട് സ്നൈഡറുടെ കേസ് തെളിയിക്കാൻ കഴിയാതെ ക്രിസ്റ്റ്യൻ വിഷാദത്തിലായിരുന്നു. എന്നാൽ ഈ കേസ് ഏറ്റെടുക്കുന്നതിനോ പോരാത്തതിന് നാട്ടിൽ തങ്ങുന്നതിനോ ഹീറോയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു. കൂടാതെ ബെക്കുണ്ടല്ലോ, ആ പോലീസ് കമ്മീഷണർ, പോലീസ് അക്കാഡമിയിൽ പഠിക്കുന്ന കാലം മുതലേ ഹീറോയ്ക്കും അയാൾക്കും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. ഇപ്പോൾ അയാളും അവിടെയുണ്ട്. അയാൾ ഹീറോയെ തനിച്ചു വിളിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞു, ഫ്രണ്ട് മരിച്ചു, ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു, തിരിച്ച് നാട്ടിലേക്ക് പൊക്കോളണം, വല്ല ഭ്രാന്തം കാണിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് നല്ല ദേഷ്യം വരും എന്നൊരു ഭീഷണി മുഴക്കി. അത് കേട്ടതും, ഹേയ് കുളിക്കാത്ത കുങ്ഫു പാണ്ഡെ, എപ്പോൾ എന്തു ചെയ്യണമെന്നെനിക്കറിയാം, നീ എന്നോട് കൽപ്പിക്കാൻ വരണ്ട എന്ന് ഹീറോയും മറുപടി നൽകി. പിന്നീട് ഹീറോ റോസിന്റെ കൂടെ ക്രിസ്റ്റ്യന്റെ വീട്ടിലേക്ക് പോകുന്നു. ആൽബർട്ട് സ്നൈഡറുടെ കേസ് അപകടമരണമെന്ന് പറഞ്ഞ് പോലീസ് അവസാനിപ്പിച്ചതിനു ശേഷം ക്രിസ്റ്റ്യൻ കേസ് ഫയലുകളെല്ലാം തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിലുപരി അവിടെയുണ്ടായിരുന്ന ഒരു ഫോട്ടോ കാണണമായിരുന്നു. കണ്ടാൽ ഫോട്ടോ ആണെന്ന് തോന്നുകയേ ഇല്ല. മരക്കൊമ്പിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ മൃതദേഹം നമ്മൾ നേരെ മുന്നിൽ നിന്ന് കണ്ടാൽ എങ്ങനെയിരിക്കുമോ അതുപോലെ തന്നെ. ഇളം കാറ്റിൽ അവളുടെ മുടിയെല്ലാം പാറിപ്പറക്കുന്നു, വസ്ത്രങ്ങളെല്ലാം ഇളകുന്നു. അതുപോലെ തന്നെയായിരുന്നു ആ ഫോട്ടോയിലും. അവരിത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടിനുള്ളിൽ ആരോ ഉള്ളതുപോലെ ശബ്ദം കേട്ടു. ചെന്നൊരു മുറിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവന്റെ പേര് ബിജോയ്. മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ച് ജീവനു വേണ്ടി പിടയുകയായിരുന്നു. രക്ഷിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവൻ മരിച്ചു. മരിച്ച ചെറുപ്പക്കാരന്റെ പേര് ബിജോയ്. അവൻ ക്രിസ്റ്റ്യന്റെ മകനായിരുന്നു. മനഃപൂർവ്വം ആത്മഹത്യ ചെയ്തതാണ്. കാരണം അവൻ മരിച്ചുകിടന്ന മുറിയിലെ കണ്ണാടിയിൽ ക്രിസ്റ്റ്യന്റെ പേരെഴുതി അച്ഛാ എന്നോട് ക്ഷമിക്കണമെന്ന് രക്തം കൊണ്ട് എഴുതി വെച്ചിരുന്നു. അവൻ മുൻപേ തന്നെ മയക്കുമരുന്നിന് അടിമയായിരുന്നു. റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നറിയില്ല. ഇതെല്ലാം കൂടിയായപ്പോൾ കേസിന്റെ ഡെപ്തിലേക്ക് പോകാൻ ഹീറോയ്ക്ക് വലിയ താൽപ്പര്യമില്ലായിരുന്നു. അതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ റോസ് സത്യം കണ്ടെത്താതെ ഇവിടെ നിന്ന് വരില്ലെന്ന് വാശി പിടിക്കുന്നു. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, എന്നെ ഇറക്കിവിട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹീറോ കാറിൽ നിന്നിറങ്ങുന്നു. പക്ഷേ കപ്പൽ കയറി ആ നാട് വിട്ടു പോകാനും അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. സുഹൃത്ത് ഒരു കേസ് പൂർത്തിയാക്കാൻ എന്നെ വിശ്വസിച്ചു വിളിച്ചിരിക്കുകയാണ്. പോരാത്തതിന് അവന്റെ മകനും മരിച്ചു. അതും എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ അവസ്ഥയിൽ മനസാക്ഷിയില്ലാതെ ഞാൻ എങ്ങനെ നാട്ടിലേക്ക് പോകുമെന്ന് ആലോചിച്ച് തലപുകഞ്ഞ ഹീറോ തൽക്കാലം രാത്രി അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുന്നു. അപ്പോൾ ആ രാത്രി ഹോട്ടലിലെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. പോയി വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റായ അസാദ് റോസ് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ശരി, അവൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് രാത്രി ഉറങ്ങുമ്പോൾ അസാദിന്റെ കൂർക്കംവലി ശബ്ദം സഹിക്കാൻ വയ്യാതെ ഹീറോ കണ്ണു തുറന്നപ്പോൾ കൂടെ റോസും റൂമിൽ വന്ന് സെറ്റിലായിട്ടുണ്ട്. ശരി, എല്ലാവരും കേസ് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ എന്തിന് തടസ്സം നിൽക്കണം, നമുക്ക് കേസ് അന്വേഷിക്കാം എന്ന് ഹീറോ സമ്മതിക്കുന്നു. അടുത്ത സീനിൽ കടലിനോട് ചേർന്നുള്ള ഒരു മരയുടെ മുകളിൽ നിൽക്കുന്ന ഒരു യുവതിയെ കാണിക്കുന്നു. അവളുടെ പിന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓപ്പണിംഗിൽ നമ്മളൊരു വോയിസ് ഓവർ കേട്ടിരുന്നില്ലേ? ഈ ലോകത്തിൽ പ്രകാശമാണെല്ലാം, ഭയത്തെ ഇല്ലാതാക്കുന്നത് പ്രകാശമാണ്, ഞാനാണ് ആ പ്രകാശം എന്നു സംസാരിച്ചുകൊണ്ടിരുന്നവൻ. അവനാണിവിടെ നിൽക്കുന്നത്. ഈ പെൺകുട്ടിയോടും അതേ ഡയലോഗ് പറഞ്ഞ് ഒരു ആത്മീയമായ രീതിയിൽ അവൻ ആ പെൺകുട്ടിയെ വശീകരിക്കുന്നത് പോലെ തോന്നുന്നു. എന്താണ് കഥയെന്ന് മുഴുവനായി കാണിക്കുന്നതിനു മുമ്പേ വീണ്ടും ഹീറോ അസാദിന്റെ അടുത്തേക്ക് വരുന്നു. 7 വർഷം മുൻപ് ആൽബർട്ട് ഏത് മരക്കൊമ്പിലാണോ മരിച്ചു കിടന്നത് ആ സ്ഥലത്ത് നിന്ന് അവരുടെ അന്വേഷണം ആരംഭിക്കുന്നു. അസാദിന്റെ കയ്യിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് സൈക്കിളിൽ വരികയായിരുന്ന ആൽബർട്ടിനെ ഏതോ ഒരു വലിയ വണ്ടി ഇടിച്ചതുകൊണ്ട് അവൾ വായുവിൽ പറന്നുപോയി മരക്കൊമ്പിൽ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. മരക്കൊമ്പ് എവിടെയോ ആണ്, റോഡ് വേറെവിടെയോ ആണ്. അതെങ്ങനെ സംഭവിക്കും? ഇവൾ കൃത്യമായ ഒരു പൊസിഷനിൽ മരക്കൊമ്പിൽ പോയി കിടന്നുവോ? റിപ്പോർട്ടിൽ പറയുന്നത് എത്രത്തോളം സാധ്യമാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അസാദ് റിപ്പോർട്ട് മുഴുവൻ വായിച്ചതിനു ശേഷം ഒരുപക്ഷേ സൈക്കിളിൽ വന്ന ആൽബർട്ടിനെ ആക്സിഡന്റ് ചെയ്ത് തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചു നോക്കിയ ഹീറോ അടുത്തതായി റോസിനെയും അസാദിനെയും നിങ്ങൾ ആൽബർട്ട് പഠിച്ച സ്കൂളിൽ പോയി അന്വേഷിക്കൂ എന്നും എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാനത് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവരെ രണ്ടുപേരെയും സ്കൂളിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് സിമോൺ എന്നൊരു ടീച്ചറെ അവർ കാണുന്നു.
കാണാൻ നല്ല ഉയരമുള്ള ഒട്ടകപക്ഷിയെപ്പോലെ ഇരിക്കുന്ന അവന് സ്കൂളിലെ മിക്കവാറും എല്ലാ കുട്ടികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നന്നായിട്ടറിയാം. 11 വർഷമായി ഈ സ്കൂളിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവനോട് ആൽബർട്ടിനെക്കുറിച്ച് ഇവർ അന്വേഷിച്ചപ്പോൾ ആൽബർട്ട് ജീവിച്ചിരുന്നപ്പോൾ ധാരാളം ചിത്രങ്ങൾ വരച്ചിരുന്നുവെന്നും അതിൽ കൂടുതലും അവൾ വരച്ചത് ചത്ത പക്ഷികളുടെ ചിത്രങ്ങളായിരുന്നുവെന്നും പറയുന്നു. ജീവിച്ചിരുന്നപ്പോൾ വരച്ച ചിത്രങ്ങളെല്ലാം അവൾ താമസിച്ചിരുന്ന മുറിയിൽ തന്നെ ഒട്ടിച്ചുവെച്ചിരുന്നു. അവൾ മരിച്ചതിനു ശേഷം ആ ചിത്രങ്ങളെല്ലാം ശേഖരിച്ച് ഇപ്പോൾ സിമോഡാണ് അവന്റെ ഓഫീസ് റൂമിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഇതുകൂടാതെ ആൽബർട്ട് എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു. പക്ഷേ പ്രായമുള്ളവരോട് അവൾക്കൊരാകർഷണമുണ്ടായിരുന്നുവെന്ന് സിമോൺ പറഞ്ഞതും ഇതേ സ്കൂളിൽ മറ്റൊരു ഭാഗത്ത് ആത്മീയപരമായൊരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പെൺകുട്ടിയാണ് സംസാരിക്കുന്നത്. അവളുടെ പേര് ബിർജോ. റോസിന് ആ പ്രഭാഷണത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ ഒരു ആകാംക്ഷ തോന്നി. അങ്ങനെ അവൾ പ്രഭാഷണം നടക്കുന്നിടത്ത് പോയി ഇരുന്നപ്പോ നമ്മൾ പ്രകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളുടെ വോയിസ് ഓവർ കേട്ടില്ലേ? ബിർജോ അവന്റെ അസിസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു. പ്രകാശവുമായി ബന്ധപ്പെട്ട ആത്മീയതയെക്കുറിച്ചാണ് ബിർജോയും പ്രഭാഷണത്തിൽ സംസാരിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന സൂര്യന്റെ പ്രകാശം അനുഭവിക്കൂ. ആ പ്രകാശമാണ് നമ്മളെ ജീവിതത്തിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്നൊക്കെ അവൾ എന്തൊക്കെയോ പറയുന്നു. ഇതേസമയം ഹീറോ ക്രിസ്ത്യന്റെ മുൻ ഭാര്യ ജൂണിനെ പോയി കാണുന്നു. അവിടെ വെച്ചാണ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. 30 വർഷം മുൻപ് ക്രിസ്ത്യനും ജൂണും പ്രണയത്തിലായിരുന്നപ്പോ ഹീറോയ്ക്കും ജൂണിനുമിടയിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്രിസ്ത്യനും അവളും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞത്. ഈ കുറ്റബോധം കാരണമാണ് ഹീറോ വളരെ നാളുകളായി ക്രിസ്ത്യനോട് സംസാരിക്കുന്നത് തന്നെ നിർത്തിയത്. കഴിഞ്ഞ 3 മാസമായി അവൻ വിളിച്ചിട്ടുപോലും ഹീറോ ഫോൺ എടുത്തിരുന്നില്ല. ഇപ്പോ അവളിൽ നിന്ന് തനിക്ക് ആവശ്യമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്ന് ഹീറോ ശ്രമിക്കുമ്പോ ജൂൺ ഒരു വലിയ ട്വിസ്റ്റ് ഇടുകയാണ്. മരിച്ചുപോയ ബിജോയ് എന്ന കുട്ടി ക്രിസ്ത്യന്റെ മകനല്ലത്രേ. ഹീറോയും ജൂണും ഒരുമിച്ച് കഴിഞ്ഞതുകൊണ്ടാണ് ജൂൺ ഗർഭിണിയായത്. എന്നാൽ അത് ക്രിസ്ത്യൻ കാരണമാണെന്ന് കരുതിയാണ് ക്രിസ്ത്യനും ജൂണും തമ്മിൽ വിവാഹം കഴിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ഗർഭത്തിന് കാരണം ഹീറോയാണ്. അതിനാൽ ബിജോയ് ശരിക്കും ഹീറോയുടെ കുട്ടിയാണ്. ഇത്രയും പറഞ്ഞ് ഇത്രയും നാൾ ഹീറോ തന്നെ കാണാൻ വരാത്തതിലുള്ള ദേഷ്യത്തിൽ കൂടുതലൊന്നും പറയാതെ ജൂൺ പിണങ്ങിപ്പോകുന്നു. വീണ്ടും റോസിന്റെ അടുത്തേക്ക് വന്നാൽ ബിർജോ തന്റെ ക്ലാസുകളെല്ലാം കഴിഞ്ഞ ശേഷം തനിച്ചിരിക്കുന്ന റോസിന്റെ അടുത്തേക്ക് പോയിട്ട്, എന്താ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ? ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ ചേരണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പ് കാത്തിരിപ്പുണ്ട്. ഈ ബാഡ്ജ് വെച്ചോളൂ. എപ്പോഴാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തോന്നുന്നത് അപ്പോൾ ഈ വിലാസത്തിലേക്ക് വരൂ എന്നു പറഞ്ഞു വിലാസം പതിപ്പിച്ച ഒരു ബാഡ്ജ് ബിർജോ റോസിന് നൽകുന്നു. അടുത്ത സീനിൽ ക്രിസ്ത്യന് മേരി എന്നു പേരുള്ള ഒറ്റക്കണ്ണിയായ ഒരു സഹോദരിയുണ്ട്. അവളുടെ അടുത്തു പോയിട്ട് ഹീറോ ചോദിക്കുന്നു, ഞാനിപ്പോ ജൂണിനെ കണ്ടിട്ട് വരികയാണ്. അവൾ പറയുന്നു ബിജോയ് എന്റെ മകനാണെന്ന്. ഇത് സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. നിനക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇത് കേട്ടതും അവൾ പറഞ്ഞു, എനിക്കും ഇതിനെപ്പറ്റി നിന്നോട് പറയണമെന്നുണ്ട്. പക്ഷെ പറയാമോ എന്നെനിക്കറിയില്ല. ശരി, ഇത്രയും ദൂരം വന്ന് ചോദിച്ച സ്ഥിതിക്ക് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയുടെ ചെവിയോരം ചേർന്ന് മേരി പറഞ്ഞു, അത് ശരിയാണ്. ജൂൺ പറഞ്ഞതുപോലെ ബിജോയ് നിന്റെ മകൻ തന്നെയാണ്. ഇതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിനക്കറിയാമോ എന്ന് ചോദിച്ച് അവളൊരു രഹസ്യം കൂടി പറയുകയാണ്. ഇപ്പോൾ മരിച്ചുപോയ ബിജോയുടെ മരണത്തിന് കാരണം ആൽബർട്ടാണെന്നാണ് അവൾ പറയുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ടാണോ നീ സംസാരിക്കുന്നത്? ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ കൂട്ടിക്കുഴിക്കുകയാണല്ലോ. ആൽബർട്ട് എന്ന പെൺകുട്ടി 7 വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി. അവൾക്കെങ്ങനെ ഇപ്പോൾ മരിച്ച ബിജോയുടെ മരണത്തിന് കാരണമാകാൻ കഴിയും എന്നു ചോദിച്ച് ഹീറോ ആശയക്കുഴപ്പത്തിലായപ്പോൾ, അതെ, ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ദിവസവും ഇവിടെ വന്ന് നീന്തുമായിരുന്നു. ഞാൻ തന്നെ അവളെ കണ്ടിട്ടുണ്ടല്ലോ. ഇവന് ചത്ത പക്ഷികളെ ഭയമാണ്. എന്നാൽ അവൾ എപ്പോഴും ചത്ത പക്ഷികളെ എടുത്തുവച്ചാണ് ചിത്രം വരച്ചുകൊണ്ടിരുന്നത്. അവൻ ആൽബർട്ടിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ആൽബർട്ടിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അവനോ? അവൻ ആരാ? ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? ബിജോയെക്കുറിച്ചാണോ എന്നു ചോദിച്ച് നേരത്തെ തന്നെ ആശയക്കുഴപ്പത്തിലായ ഹീറോയുടെ തല പുകയുകയാണ്. എടാ, ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിനക്കറിയില്ലേ? അതാ അവിടെ നിൽക്കുന്നവനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നു പറഞ്ഞ് ആരുമില്ലാത്ത ഒരിടത്തേക്ക് നോക്കി മേരി അവിടെ ഒരാളുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഹീറോയ്ക്ക് അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. സംസാരിച്ചുകൊണ്ടിരുന്ന അവൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ഭയമുണ്ടാകുന്നു. അയ്യോ, ഇതൊന്നും ഞാൻ നിന്നോട് പറയാനേ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുപോയി. നീ വേഗം ഇവിടെ നിന്ന് പോ എന്നു പറഞ്ഞ് അവൾ ഹീറോയെ പറഞ്ഞയച്ചിട്ട് വീണ്ടും ഭയന്നു നിൽക്കുകയാണ്. ഇവൾക്കൊരുമാതിരി ഭ്രാന്താണെന്ന് നമ്മൾ കരുതിയേക്കാം. എന്നാൽ അങ്ങനെയല്ല. അവൾ ഭയന്നതുപോലെ തന്നെ പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ആരോ ഒരാൾ മേരി ഇനി ആരോടും സംസാരിക്കരുതെന്നും അവൾക്കറിയാവുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തരുതെന്നും കരുതി അവളുടെ നാവ് അറുത്തെടുക്കുന്നു. മറുവശത്ത് സ്കൂളിലുള്ള റോസിന്റെ അടുത്തേക്ക് സൈമൺ വന്നിട്ട്, ആൽബർട്ട് ജീവിച്ചിരുന്നപ്പോൾ വരച്ച ചിത്രങ്ങളെല്ലാം താഴെ തന്റെ റൂമിലുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് വാങ്ങാനായി റോസ് പോകുമ്പോൾ അവൻ എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കൂ. അവളൊരു പോലീസ് ഓഫീസറാണെന്ന് പോലും നോക്കാതെ അവൻ അവളോട് മോശമായി പെരുമാറുന്നു. പരിണാമം സംഭവിക്കാത്ത ഒരു ഏലിയനെ പോലിരുന്ന് എന്റെ അടുത്തും നിന്റെ വേലയിറക്കുന്നു എന്ന് ചോദിച്ച് അവൾ അവന്റെ മുഖത്ത് ഒരു പഞ്ചു കൊടുക്കുന്നു. ആ ഒരൊറ്റ പഞ്ചിൽ അവൻ നിലത്ത് കിടന്ന് പുളയുന്നു. അടുത്ത സീനിൽ നീ എന്തിനാടി ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ഹീറോ റോസിനെ നന്നായി ശകാരിക്കുകയാണ്. പിന്നെ
അവൻ എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വരുന്നത് നോക്കി ഞാൻ ചുമ്മാ ഇരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നോട് ചെയ്തതുപോലെ അവൻ എത്ര സ്കൂൾ കുട്ടികളോട് ചെയ്തിട്ടുണ്ടാകും. അവനൊക്കെ ഇതുതന്നെയാണ് ശരിയായ ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് സൈമണിന്റെ റൂമിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ആൽബർട്ടിന്റെ സാധനങ്ങളെല്ലാം റോസ് പരിശോധിക്കുമ്പോൾ അവിടെ അവർക്കൊരു സൂചന ലഭിക്കുന്നു. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ബ്രിജോ ഒരു ബാഡ്ജ് റോസിന് നൽകിയിരുന്നില്ലേ? അതേപോലൊരു ബാഡ്ജ് ആൽബർട്ടിന്റെ സാധനങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. അങ്ങനെയെങ്കിൽ ആൽബർട്ട് ആ സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് തന്നെയല്ലേ അതിനർത്ഥം? ഇത് റോസ് കണ്ടുപിടിച്ചതിനൊപ്പം മറുവശത്ത് ആ ആത്മീയ കേന്ദ്രത്തിലെ ഗുരുവിനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് അട്ടു എന്നാണ്. ഈ വിരുദന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ച് അവൾക്ക് ആത്മീയ പാത കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവളുമായി ലീലാവിലാസങ്ങളിൽ ഏർപ്പെടുകയാണ്. തുടക്കം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വെളിച്ചത്തെക്കുറിച്ചുള്ള ആ വോയിസ് ഓവറിന് ഉടമ ഇവനാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രിജോ അങ്ങോട്ടേക്ക് വന്നതും അവൻ ആ പെൺകുട്ടിയെ പറഞ്ഞഴിക്കുന്നു. ഇവിടെ വാണ്ട എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഞാൻ അവളെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തിരുന്നു. പെട്ടെന്നവൾ കാണാതായിരിക്കുന്നു. നീ അവളെ എവിടെയെങ്കിലും കണ്ടോ എന്നവൻ ചോദിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്താൽ ഇവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാണ്ട എന്ന പെൺകുട്ടി ഏത് മലമുകളിൽ നിന്നാണോ അട്ടുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനു താഴെ കടലിനു നടുവിലുള്ള ഒരു പാറക്കെട്ടിൽ ശവമായി കിടക്കുകയാണ്. ഇതുവരെ അവളുടെ ശരീരം ആരും കണ്ടിട്ടില്ല. ഇത് നമുക്ക് മാത്രം കാണിച്ചു തരികയാണ്. അടുത്ത ദിവസം ആൽബർട്ട് ഏത് ആത്മീയ കേന്ദ്രത്തിലാണോ പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് സംശയിച്ച് അവിടെ അന്വേഷണത്തിനായി പോയി ഹീറോയും ആസാദും ബ്രിജിയെ കാണുന്നു. അവിടെ സംശയിക്കത്തക്കതായി ഒന്നുമില്ല. ആത്മീയ വഴി തേടി ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. സമാധാനപരമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നു, പച്ചക്കറികൾ വളർത്തുന്നു, പരസ്പരം സംസാരിച്ച് സന്തോഷമായിരിക്കുന്നു. അതിനാൽ സംശയിക്കാൻ തക്കവണ്ണം അവിടെ വലിയ കാര്യമൊന്നുമില്ല. വെളിച്ചത്തെ ദൈവമായി കരുതി ആരാധിക്കുന്ന ഒരു കൂട്ടമാണിവർ. ഈ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് അട്ടു എന്നു പേരുള്ള ഒരാളാണ്. അവന് തൊട്ടു താഴെയുള്ള സ്ഥാനത്താണ് ബ്രിജോ ഉള്ളത്. ഇതൊക്കെ കേട്ടിട്ട് അട്ടുവിനോട് സംസാരിക്കാമെന്ന് കരുതിയപ്പോൾ അവനിപ്പോൾ ഇവിടെ ഇല്ലെന്നും പ്രാർത്ഥനയ്ക്കായി പുറത്തുപോയിരിക്കുകയാണെന്നും ബ്രിജു പറയുന്നു. ശരിയെന്ന് പറഞ്ഞ ഹീറോയും ആസാദും അവിടുന്ന് ഇറങ്ങി ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് ഏതോ ഒരാൾ മേരിയുടെ നാവ് മുറിച്ചെടുത്ത വിവരം ഹീറോ അറിയുന്നത്. എന്നോട് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്നതാണല്ലോ, അതിനുള്ളിൽ ഏത് ക്രൂരനാണ് ഈ പണി ചെയ്തതെന്ന് മനസ്സിലാകാതെ ഇക്കാര്യം മേരിയോട് തന്നെ ചോദിക്കാനായി അവൾ അഡ്മിറ്റ് ചെയ്തിരുന്ന ആശുപത്രിയിലേക്ക് ഹീറോ പോകുന്നു. നാവ് മുറിച്ചതുകൊണ്ട് അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതിനാൽ നാവ് മുറിച്ചവനെ നിനക്കറിയാമോ ഇല്ലയോ എന്ന് ഹീറോ ചോദിച്ച ചോദ്യത്തിന് അറിയാമെന്ന് മേരി തലയാട്ടുന്നു. ശരി, അവൻ ആണാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനും അവൾ അതേ എന്ന് തലയാട്ടി. ഉടനെ ഹീറോ ഒരു പേപ്പർ എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് അവന്റെ പേരെഴുതാൻ പറയുന്നു. മേരി മുഴുവൻ പേരും എഴുതുന്നില്ല. SVK എന്ന 3 അക്ഷരങ്ങൾ മാത്രം അവൾ എഴുതുന്നു. ഇതിന്റെ അർത്ഥം എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ഹീറോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാണ്ട എന്നു പേരുള്ള ഒരു പെൺകുട്ടി മരിച്ചുപോയ വിവരം അറിഞ്ഞിരിക്കുന്നു. പോലീസുകാർ ആ ബോഡി കണ്ടുപിടിച്ചിട്ട് പോലീസ് കമ്മീഷണറായ പെക്ക് തന്നെ ആ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് ടിവിയിൽ അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ച വാണ്ട ഗർഭിണിയായിരുന്നു. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇയാൾ കേസ് അന്വേഷിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. വളരെ നിസ്സാരമായി വാണ്ട മലമുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത് മരിച്ചതാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. ഇത് വെച്ച് ഹീറോയ്ക്ക് ഒരു കാര്യം നന്നായി മനസ്സിലാകുന്നുണ്ട്: പെക്കിന് പോലീസ് പണി ചെയ്യാൻ ഒട്ടും കഴിവില്ല എന്ന്. ഇതുപോലെ തന്നെയാണ് ആൽബർട്ടിന്റെ കേസിലും. ശരിയായി അന്വേഷിക്കാതെ അത് അപകടമാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. ഇത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ക്രിസ്ത്യൻ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത്. അവൻ സത്യം കണ്ടുപിടിച്ചാൽ നമ്മളെക്കൊണ്ട് സത്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പുറത്തുള്ളവർ മോശമായി സംസാരിക്കുമെന്ന് ഭയന്ന് സമ്മർദ്ദം ചെലുത്തി ക്രിസ്ത്യനെക്കൊണ്ട് അവൻ റിട്ടയർ ചെയ്യിപ്പിച്ചു. ഇക്കാര്യം ഹീറോ ആസാദിനോടും റോസിനോടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഇവർ ആൽബർട്ടിന്റെ കേസ് അന്വേഷിക്കുകയാണെന്ന് കണ്ടുപിടിച്ച പെക്ക് അവിടെ വന്നൊരു ബഹളമുണ്ടാക്കി ഹീറോയുടെ മുഖത്തൊരടി കൊടുത്ത് 3 പേരോടും ആ നാട് വിട്ടുപോകാൻ പറയുന്നു. ഇവരും അവിടെ നിന്ന് പോകുന്ന വഴിയൊക്കെ ഹീറോയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. കാരണം ആദ്യം മരിച്ചുപോയ ആൽബർട്ട് അവൾ മരിക്കുമ്പോഴും ഗർഭിണിയായിരുന്നു. രണ്ടാമതായി വാണ്ട എന്ന പെൺകുട്ടി മരിക്കുമ്പോഴും ഗർഭിണിയായിരുന്നു. ഇതിൽ ആൽബർട്ട് ആത്മീയ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടെന്ന് ഇവർക്ക് ഉറപ്പായിട്ടും അറിയാം. എന്നാൽ വാണ്ട പോയോ ഇല്ലയോ എന്നിവർക്കറിയില്ല. എന്തുതന്നെയായാലും ആത്മീയ കേന്ദ്രം എന്നൊരു കാര്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 പെൺകുട്ടികളും മരിക്കുമ്പോൾ ഗർഭിണികളായിരുന്നു. അതിനാൽ ഇനിയും ആ ആത്മീയ കേന്ദ്രത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് സത്യം മനസ്സിലാകൂ എന്ന് ഹീറോ കരുതുന്നു. നേരത്തെ തന്നെ അവിടെ വരാനുള്ള വിസിറ്റിംഗ് കാർഡ് ബ്രിജോ റോസിന് കൊടുത്തിട്ടുണ്ടല്ലോ. റോസ് പോലീസാണെന്നും ബ്രിജോ അറിയില്ല. അതിനാൽ ഹീറോ വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് പറയുന്നു: റോസ്, നിന്റെ കയ്യിലുള്ള വിസിറ്റിംഗ് കാർഡ് വെച്ച് നീ ആ ആത്മീയ കേന്ദ്രത്തിലേക്ക് പോകൂ. കൂടാതെ ആസാദിന്റെ ഫോണും കയ്യിൽ വെച്ചോ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി നിരീക്ഷിക്കുക. എന്ത് പ്രശ്നമുണ്ടായാലും ഉടനെ ഞങ്ങളെ വിളിക്കുക. കപ്പൽ കയറിയാണല്ലോ ഇവർക്ക് നാട് വിട്ടു പോകേണ്ടത്. അങ്ങനെ 3 പേരും കപ്പലിൽ കയറിയതും പോലീസിന്റെ കണ്ണിൽപ്പെടാതെ റോസ് മാത്രം വെള്ളത്തിലേക്ക് ചാടി ആ നാട്ടിൽ തന്നെ നിൽക്കുന്നു. ഹീറോയും ആസാദും ഡിപ്പാർട്ട്മെന്റ് ക്യൂ ഉള്ള നാട്ടിലേക്ക് തന്നെ തിരികെ വരുന്നു. മറുവശത്ത് ആത്മീയ കേന്ദ്രത്തിൽ അവിടെയുണ്ടായിരുന്ന വാണ്ട മരിച്ചുപോയല്ലോ. അവൾ മരിച്ചു എന്നത് നമുക്കറിയാം, പക്ഷെ അവിടെയുള്ള ആർക്കും അറിയില്ല. അതിനാൽ വാണ്ട അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവളുടെ ഉറ്റ സുഹൃത്തായിരുന്ന ഒരു പെൺകുട്ടി ബ്രിജോയുടെ അടുത്ത് പോയിട്ട് പറയുന്നു:
പറയുന്നു, എന്റെ കൂട്ടുകാരിയെ 2-3 ദിവസമായിട്ട് കാണാനില്ലല്ലോ, എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ പോലീസിൽ പരാതിപ്പെടാമെന്ന് കരുതുന്നു. നിങ്ങളും എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വരുമോ? അവളെ കാണാനില്ലെന്ന് പരാതി നൽകിയിട്ട് വരാം എന്നവൾ ചോദിക്കുന്നു. അതിനെന്താ, ആദ്യം വോണ്ടയെ കാണാനില്ലെന്ന വിവരം അട്ടുവിനോട് പറയാം. അദ്ദേഹം ശരിയെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പോലീസിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ സംസാരിച്ചാണ് ബ്രിജോ അവളെ പറഞ്ഞയക്കുന്നത്. എന്നാൽ ആ പെൺകുട്ടി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും വളരെ കരുത്തുറ്റ ശരീരപ്രകൃതിയുള്ള ബ്രിജോ അവളുടെ കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കി അവിടെ വെച്ച് തന്നെ അവളെ കൊന്നുകളയുന്നു. അവിടെ സീൻ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ഹീറോയുടെ അടുത്തേക്ക് വന്നാൽ തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലെത്തിയ ഹീറോ ആ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ക്രിസ്ത്യൻ ശേഖരിച്ചു വെച്ചിരുന്ന കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ആൽബർട്ട് വരച്ച ചിത്രങ്ങൾ മാത്രം നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചുവെച്ച് നോക്കുമ്പോൾ ഒരു ചിത്രത്തിൽ ഗർഭിണിയായ ഒരു പെൺകുട്ടിയുണ്ട്. മറ്റൊരു ചിത്രത്തിൽ നല്ല ആരോഗ്യമുള്ള, കാണാൻ ബോഡി ബിൽഡറെ പോലെയുള്ള ഒരു രൂപത്തെ വരച്ചുവെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ ആ ഗർഭിണിയായ പെൺകുട്ടി ബോഡി ബിൽഡറെ പ്രണയത്തോടെ നോക്കുന്നത് പോലെയാണുള്ളത്. അതിനാൽ ഇതിലെ ഗർഭിണിയായ പെൺകുട്ടി ആൽബർട്ട് ആണെങ്കിൽ അവൾ ആ ബോഡി ബിൽഡറെ പ്രണയത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഗർഭത്തിന് കാരണം ആ ബോഡി ബിൽഡർ തന്നെ ആയിരിക്കണമല്ലോ. കൂടാതെ ബോഡി ബിൽഡറുടെ ആ ചിത്രത്തിൽ തന്നെ അവന്റെ കക്ഷത്തിൽ റോസ് നിറത്തിൽ ഒരു പാട് പോലെയൊന്ന് അവൾ വരച്ചു വെച്ചിട്ടുണ്ട്. അത് മുറിവാണോ അതോ ടാറ്റു ആണോ എന്ന് വ്യക്തമല്ല. ഇതിനെക്കുറിച്ചെല്ലാം ഹീറോയും ആസാദും പിന്നെ ഡിപ്പാർട്ട്മെന്റ് ക്യൂലറെ സഹായിയുമുണ്ട്. ഇവർ 3 പേരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് വെള്ളത്തിലേക്ക് ചാടി അതേ നാട്ടിൽ തന്നെ നിന്ന റോസ് തന്റെ കയ്യിലുള്ള വിസിറ്റിംഗ് കാർഡ് വെച്ച് ആ ആത്മീയ കേന്ദ്രത്തിലേക്ക് പോയി. അട്ടു എല്ലാവർക്കും ആത്മീയ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കൂട്ടത്തിനിടയിൽ അവരിൽ ഒരാളായി റോസ് കൂടി ചേരുന്നു. വെളിച്ചം, സൂര്യൻ, അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സന്തോഷം എന്നിങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ് കൂട്ടത്തിലുള്ള എല്ലാവരെയും അട്ടു ആകർഷിക്കുന്നതെന്നോ. അങ്ങനെ അവിടെ നടക്കുന്നതെല്ലാം റോസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഡിപ്പാർട്ട്മെന്റ് ക്യൂ ഓഫീസിൽ ബോഡി ബിൽഡറുടെ രൂപത്തിലുള്ള ഒരാളാണ് ആൽബർട്ടിന്റെ ഗർഭത്തിന് കാരണമെന്ന് കണ്ടുപിടിച്ചു. അടുത്തതായി ആൽബർട്ടുമായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നു. അവൾ പഠിച്ച സ്കൂളിലെ അധ്യാപകർ, ഫ്രണ്ട്സ്, അങ്ങനെ അവളുടെ അടുത്ത സുഹൃത്ത് വലയത്തെക്കുറിച്ച് ഇൻഫർമേഷൻസ് എടുക്കുമ്പോൾ അപ്പോഴാണൊരു ട്വിസ്റ്റ്. ആൽബർട്ടിന്റെ സ്കൂളിൽ ആൽബർട്ടിന്റെ ആർട്ട് ടീച്ചറായി ഒരാളുണ്ടായിരുന്നു. അവന്റെ പേര് സ്റ്റീഫൻ വോൺ ക്രിസ്റ്റഫ്. ഈ 3 വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരങ്ങളെടുത്ത് ഒന്നിച്ചു ചേർത്താൽ SVK എന്നു വരുന്നില്ലേ? മേരിയും ഇതേ പേര് തന്നെയല്ലേ പറഞ്ഞത്? ഇതുകൂടാതെ ക്രിസ്ത്യന്റെ വീട്ടിൽ ആൽബർട്ട് മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? അതിൽ പോലും ആൽബർട്ടിന്റെ മുടിയും വസ്ത്രവുമെല്ലാം കാറ്റിൽ പറക്കുന്നതുപോലെ നമ്മൾ കണ്ടില്ലേ? ആ ഫോട്ടോയിലുള്ള ആൽബർട്ടിന്റെ കാൽമുട്ടിൽ അപ്പോൾ തന്നെ ഹീറോ ഒരു ചിഹ്നം കണ്ടിരുന്നു. അത് ടാറ്റു ആണെന്ന് കരുതി വിട്ടുകളഞ്ഞു. എന്നാൽ ഇപ്പോൾ മൃതദേഹത്തിന്റെ പോലീസ് എടുത്ത ഫോട്ടോ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫോട്ടോയിലുള്ളതുപോലെ ആൽബർട്ടിന്റെ കാലിൽ യാതൊരു ചിഹ്നവുമില്ലെന്ന്. അതിനാൽ ആ ഫോട്ടോ ആരാണോ തയ്യാറാക്കി പോലീസിന് കൊടുത്തത്, ആ ഫോട്ടോ തയ്യാറാക്കിയതെന്ന് അറിയിക്കാൻ അവൻ തന്റെ ചിഹ്നം ആ ഫോട്ടോയിൽ ആൽബർട്ടിന്റെ കാലിൽ വരച്ചുവെച്ചിരിക്കുകയാണ്. ആ ഫോട്ടോ തയ്യാറാക്കി പോലീസിന് നൽകിയത് SVK എന്ന ഈ ആർട്ട് ടീച്ചർ തന്നെയാണ്. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെ കാത്തിരിക്കാനാണ്? വിലാസം കണ്ടുപിടിച്ച് ഹീറോയും ആസാദും നേരെ സ്റ്റീഫന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. പറയുമോനെ, എങ്ങനെയാണ് ആ ഫോട്ടോ തയ്യാറാക്കിയത് എന്ന് ആദ്യത്തെ ചോദ്യം ചോദിച്ചതും അവൻ പറയുന്നു, ഇതിലെന്താ ഇത്ര വലിയ കാര്യം? അന്ന് രാവിലെ ഞാൻ ആ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മരത്തിനു മുകളിൽ ശവമായി കിടക്കുന്ന ആൽബർട്ടിനെ ഞാൻ കണ്ടു. നല്ലൊരു പൊസിഷനിലാണല്ലോ മരിച്ചു കിടക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് ഡാർക്ക് വെബിൽ വിട്ടാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഫോട്ടോ എടുത്ത് അതിന്റെ 1000കണക്കിന് കോപ്പികളുണ്ടാക്കി ഡാർക്ക് വെബിൽ വിറ്റത്. ഇത് കേട്ടതും ഹീറോ, അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദ്യം നീ എന്തിനാണ് ആ സ്ഥലത്ത് പോയതെന്ന് ഹീറോ ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, അതിനു മുമ്പ് നിങ്ങൾ ആൽബർട്ടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ പറയാം, കേൾക്കൂ. എന്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളിൽ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അവരെക്കാളും ആൽബർട്ട് അപാരമായ കഴിവുള്ളവളായിരുന്നു. അവളെ തോൽപ്പിക്കാൻ ആരുമില്ല. ഒരു കാര്യം കാണിച്ച് അത് വരയ്ക്കാൻ പറഞ്ഞാൽ കണ്ണടച്ചു തുറക്കുന്ന സമയത്തിനുള്ളിൽ അവൾ വരച്ചു തീർക്കും. അതുകൊണ്ട് അവൾ എനിക്ക് സ്പെഷ്യലായിരുന്നു. അവളിൽ മാത്രം ഞാൻ പ്രത്യേക ശ്രദ്ധ നൽകി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് പക്ഷികളെ വരയ്ക്കണമെന്നാഗ്രഹമുണ്ടെന്നും അതും ചത്ത പക്ഷികളെ വരയ്ക്കാനാണ് ആഗ്രഹമെന്നും അവൾ പറഞ്ഞപ്പോൾ ഞാനും അവളും കൂടി രാവിലെ തന്നെ പോയി ചത്ത പക്ഷികളൊക്കെ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചെടുത്തുകൊണ്ടുവന്നു. അതെങ്ങനെ വരയ്ക്കണമെന്ന് പോലും ഞാൻ അവൾക്ക് പറഞ്ഞുകൊടുത്തില്ല. അവൾ തന്നെയാണ് വരച്ചത്. ഇങ്ങനെ അവൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. മേരി പറഞ്ഞില്ലേ, അവന് പക്ഷികളെന്നാൽ പേടിയില്ലെന്നും അവൻ സ്നേഹത്തോടെ എപ്പോഴും ആൽബർട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നുവെന്നും. അത് ഈ സ്റ്റീഫനെക്കുറിച്ചാണ്. അങ്ങനെ സ്റ്റീഫൻ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എടാ, ഞാൻ അതൊന്നും കേൾക്കാൻ വന്നതല്ല, നീ ആൽബർട്ടിനെ സ്നേഹിച്ചിരുന്നോ ഇല്ലയോ എന്ന് ആദ്യം പറ എന്ന് ഹീറോ കൃത്യമായ പോയിന്റിലേക്ക് വന്നപ്പോൾ, ഞാൻ സ്നേഹിച്ചിരുന്നത് സത്യം തന്നെയാണ്. പക്ഷെ പെണ്ണുങ്ങൾക്കെന്തെങ്കിലും നിലത്തുകൂടി പോകുന്ന തുമ്പിയെ വിലയുണ്ടായിട്ടുണ്ടോ? ആകാശത്ത് പറക്കുന്ന ചിത്രശലഭത്തെയല്ലേ അവർ നോക്കൂ. ഞാൻ അവളെ എത്രത്തോളം സ്നേഹിച്ചിട്ടും
അവൾ വേറെ ആരെയോ സ്നേഹിച്ച് അവൻ കാരണം ഗർഭിണിയായി. പോരാത്തതിന് ഒരു വിദ്യാർത്ഥിനിയെ സ്നേഹിച്ചെന്ന കുറ്റത്തിന് എന്നെ ജോലിയിൽ നിന്നും അവർ പുറത്താക്കി. ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? ശരി, കുറച്ചുനേരത്തിനു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത്, രാവിലെ നീ ആ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരത്തിനു മുകളിലെ കൊമ്പിൽ ആൽബർട്ട് ശവമായി കിടക്കുന്നത് കണ്ടിട്ട് അവളുടെ ഫോട്ടോ എടുത്തുവെന്ന്. ശരിയല്ലേ? ഞാൻ എന്താണ് കരുതുന്നതെന്നാൽ, ആൽബർട്ട് നിന്നെ സ്നേഹിച്ചില്ല എന്ന ദേഷ്യത്തിൽ നീ തന്നെയാണ് ആൽബർട്ടിനെ കൊലപ്പെടുത്തി അവളെ മരക്കൊമ്പിൽ വെച്ച ശേഷം ഫോട്ടോ എടുത്ത് വിറ്റാൽ പണമുണ്ടാക്കാമല്ലോ എന്ന് കരുതി അവളുടെ ഫോട്ടോ എടുത്തത്. അതിനുശേഷം നീ തന്നെ ഒന്നും അറിയാത്ത കുഞ്ഞിനെപ്പോലെ നീ എടുത്ത ഫോട്ടോയെ ഒരു ആർട്ട് രൂപത്തിലാക്കി പോലീസിന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കുടുക്കിയ ഹീറോ അവനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ്. വരുന്ന വഴിയെല്ലാം സ്റ്റീഫൻ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്, അവളെ കൊന്നത് ഞാനല്ല എന്നു മാത്രമാണ്. ഇതിനിടയിൽ ആത്മീയ കേന്ദ്രത്തിലേക്ക് പോയ റോസിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വന്തം ഫോൺ ബ്രിജോ വാങ്ങിവെച്ചു. എന്നാൽ ഹീറോ ആസാദിന്റെ ഫോൺ കൊടുത്തുവിട്ടിരുന്നല്ലോ, അതിപ്പോഴും അവളുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഹീറോവുമായി അവൾ ഇതുവരെ ആശയവിനിമയമൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ആസാദ് ഈ ആത്മീയ കേന്ദ്രം നടത്തുന്ന അട്ടുവും ബ്രിജോയും ആരാണെന്നും എങ്ങനെയാണിത് തുടങ്ങിയതെന്നുമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. വേറെന്തെന്നാൽ അട്ടുവും ബ്രിജോയും സഹോദരങ്ങളാണത്രേ. അതായത് രണ്ടുപേർക്കും അമ്മയൊരാളും അച്ഛന്മാർ വേറെ വേറെയുമാണ്. ജനിച്ചതു മുതൽ അവർ അവരവരുടെ അച്ഛന്മാരുടെ കൂടെയാണ് വളർന്നത്. ഇതിനിടയിൽ രണ്ടുപേരുടെയും അച്ഛന്മാർ മരിച്ചതോടെ രണ്ടുപേരും ചേർന്ന് ഈ ആത്മീയ കേന്ദ്രം തുടങ്ങുകയായിരുന്നു. തുടക്കത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയത് ഇപ്പോൾ വലിയ വളർച്ച കൈവരിച്ച് അവർക്കൊരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നു. എന്നാൽ ആത്മീയതയുടെ പേരിൽ ഈ സഹോദരങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കഴിയുന്നതും തമ്മിൽ ശാരീരിക ബന്ധം നടത്തുന്നതും എന്തുതരം വൃത്തികേടാണോ എന്തോ. ഇതൊക്കെ പറഞ്ഞ ആസാദ് ഇനിയും ആ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അട്ടു വിളിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്ന് റോസിനെ കൂട്ടിക്കൊണ്ടുപോയി അട്ടുവിൻ്റെ അടുത്തെത്തിക്കുന്നു. അവൻ തന്റെ സ്ഥിരം വിദ്യകളൊക്കെ വെച്ച് മാജിക്ക് കാണിക്കുകയാണ്. റോസിന്റെ 2 കൈകളും ചേർത്ത് പിടിച്ച് അവൻ പറയുന്നു, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. അതിന് നീ മറുപടി പറയണമെന്നില്ല, പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് റോസിന്റെ സങ്കടകരമായ വികാരങ്ങളെ ചൂഴ്ന്നെടുക്കുന്നതുപോലെ അട്ടു ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെ സങ്കടപ്പെടുത്തുന്നതുപോലെയോ അല്ലെങ്കിൽ മാനസികമായി നമ്മളെ ബാധിക്കുന്നതുപോലെയോ ഉള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ പുറമേ പ്രതികരിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരം വിറക്കില്ലേ? അട്ടു ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം റോസിന്റെ ശരീരം അതുപോലെ പ്രതികരിച്ചതും ഈ പെൺകുട്ടി തന്റെ ചെറുപ്പത്തിൽ ആരാലോ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അട്ടു പറയുന്നു, ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞേ തീരും. ചെറുപ്പത്തിൽ ആരെങ്കിലും നിന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് അട്ടു ചോദിച്ചതും റോസ് അതിന് അതെ എന്ന് തലയാട്ടുന്നു. ഒരുവൾ ഇത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവളോട് ഏറ്റവും അടുത്ത ആരെങ്കിലും ആകണം ഇത് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അത് നിന്റെ അച്ഛനാണോ എന്ന് അട്ടു ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞ റോസ് അന്ന് നടന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയുന്നു. ചെറുപ്പത്തിൽ സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ അവൾക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നോ രണ്ടോ ദിവസമല്ല, ദിവസവും നടന്നുകൊണ്ടിരുന്നു. സഹിച്ച് ഒരു ഘട്ടത്തിൽ സഹികെട്ടിയ അവൾ അച്ഛനാണെന്ന് പോലും നോക്കാതെ അദ്ദേഹത്തെ പൊതിരെ തല്ലി. പ്രശ്നം വഷളായതോടെ പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അയാൾ അപമാനം സഹിക്കാൻ കഴിയാതെ റോസിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ടാണ് ക്രിസ്റ്റിൻ ആത്മഹത്യ ചെയ്തപ്പോൾ കാണാൻ എന്റെ അച്ഛനെപ്പോലെയുണ്ടായിരുന്നു എന്ന് റോസ് ഹീറോയോട് പറഞ്ഞത്. അതിനുള്ള വിശദീകരണമാണിത്. എങ്ങനെയോ റോസിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചെടുത്ത അവൻ പറയുന്നു, ഇനിമേൽ നീ അതോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. നീ വന്നിരിക്കുന്ന ഈ സ്ഥലം വെളിച്ചം കൊണ്ട് നിന്റെ ഭയത്തെ ഇല്ലാലാക്കുന്ന ഇടമാണ്. നീ വെളിച്ചത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അതിനായി നിന്നെ സമർപ്പിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം താനേ നടന്നുകൊള്ളും. അട്ടു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അവനെ പിടിക്കാൻ വന്ന റോസ് തന്നെ അവൻ അടിമയായി മാറുകയാണ്. പിന്നീട് മറുവശത്ത് ഇതിനു മുമ്പ് സ്റ്റീഫനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവനാണല്ലോ ഡാർക്ക് വെബിൽ ഫോട്ടോസൊക്കെ വിറ്റതെന്ന് പറഞ്ഞത്. ഡാർക്ക് വെബിൽ അവൻ ഫോട്ടോസ് മാത്രമല്ല, വേറെന്തെങ്കിലും വിറ്റിട്ടുണ്ടാകാനും സാധ്യതയുണ്ടല്ലോ, ആർക്കറിയാം. അതിനാൽ ആസാദ് ഡാർക്ക് വെബിൽ തിരയുമ്പോൾ ഒരു മനുഷ്യന്റെ നാവ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായി കാണുകയും കൂടുതൽ പണം കൊടുത്ത് അത് വാങ്ങുകയും ചെയ്യുന്നു. അതാരുടെ നാവാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള DNA പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജയിലിലായിരുന്ന സ്റ്റീഫൻ, എനിക്ക് ഹീറോയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയെ നേരിട്ട് വിളിക്കുന്നു. സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ചു കഴിഞ്ഞല്ലോ, ഇനിയും അവൻ എന്താണ് പറയാനുള്ളത് എന്ന് ഹീറോ ചോദിച്ചപ്പോൾ അവിടെ ഒരു വലിയ ട്വിസ്റ്റ്. അതെന്താണെന്നോ, ഹീറോ വിചാരിച്ചതുപോലെ ആൽബർട്ടിന്റെ ബോഡി തിരിച്ചു മരക്കൊമ്പിലേക്ക് പോയതല്ല. സ്റ്റീഫൻ തന്നെയാണ് ബോഡി എടുത്തുകൊണ്ടുപോയി മരത്തിനു മുകളിൽ വെച്ചതെന്നും അതിനെക്കുറിച്ച് ഹീറോയോട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ടാണ് അവൻ ഹീറോയെ വിളിക്കുന്നത്.
ശരി, പോയി അതെന്താണെന്ന് കേൾക്കാമെന്ന് കരുതി ജയിലിൽ പോയി സ്റ്റീഫനെ കണ്ട് എടാ തടിയ, എന്താണ് കഥ എന്ന് ചോദിച്ചതും അവൻ പറയുന്നു, ഞാൻ സമ്മതിക്കുന്നു. ആൽബർട്ടിന്റെ ബോഡി മരത്തിനു മുകളിലൊന്നുമല്ലായിരുന്നു. അതിന് ഞാൻ അവളെ കൊന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ആ വഴി പോകുമ്പോൾ ആൽബർട്ടിന് ആക്സിഡന്റ് പറ്റി അവൾ റോഡരികിൽ വീണ് കിടക്കുകയായിരുന്നു. അടുത്തുപോയി പൾസ് നോക്കിയപ്പോൾ ശരീരത്തിൽ പൾസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ മരിച്ചുവെന്ന് തന്നെയല്ലേ അതിനർത്ഥം? അവളുടെ തല, ചെവി, മൂക്ക്, വായ എല്ലാത്തിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി മരിച്ചു കിടക്കുകയാണല്ലോ എന്ന് തോന്നി. അതൊരു റെയർ സീൻ പോലെ എനിക്ക് അത്ഭുതമായി തോന്നി. അതുകൊണ്ടാണ് ഈ സൗന്ദര്യം താഴെ വെച്ച് കാണുന്നതിനേക്കാൾ മുകളിൽ വെച്ച് കണ്ടാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് കരുതി അടുത്തുള്ള മരത്തിനു മുകളിൽ അവളെ കയറ്റിവെച്ച് ഫോട്ടോ എടുത്തത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഫോട്ടോ ഡാർക്ക് വെബിലൊന്നും വിട്ടിട്ടില്ല. അതിൽ എന്റെ കല കൂടി ഉൾപ്പെടുത്തി ഫോട്ടോ പൂർണ്ണമാക്കുന്നതുവരെ അതെന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പോലീസ് ചോദിച്ചപ്പോൾ അവർക്ക് മാത്രം അത് കൊടുത്തു എന്ന് സ്റ്റീഫൻ ഒരു കഥ പറഞ്ഞതും, നിറം പൂശിയ കാണ്ടാമൃഗമേ, ഇനിയും എത്ര നേരം നീ ഈ നുണ തുടരാനാ ഭാവം? മേരിയുടെ നാവ് മുറിച്ചത് നീയാണെന്ന് ഞങ്ങൾക്കറിയാം. ഡാർക്ക് വെബിൽ അവരുടെ നാവ് വിറ്റിട്ടുണ്ട്. ഞങ്ങളത് വാങ്ങി DNA പരിശോധനയും നടത്തിക്കഴിഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരേ ഒരു SVK നീ മാത്രമാണ്. അപ്പോൾ നീ തന്നെയാണ് അവളുടെ നാവ് മുറിച്ചത്. മാത്രമല്ല, ഞാൻ നിന്നെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. നിനക്കെത്ര കഴിവുണ്ടായിട്ടും നിനക്കർഹിച്ച അംഗീകാരം ലഭിച്ചില്ല. ഒരു സാധാരണ സ്കൂൾ ടീച്ചറായി നീ ജോലി ചെയ്തു. അവിടെ നിന്നേക്കാൾ കഴിവുള്ളൊരു പെൺകുട്ടി, അതാണ് ആൽബർട്ട്. അവളെ കണ്ടപ്പോൾ നിനക്ക് അസൂയ സഹിക്കാൻ കഴിഞ്ഞില്ല. അവളെ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വളരെ നാളായി നീ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നു നോക്ക്. നീ ആൽബർട്ടിന്റെ ബോഡി കാണുമ്പോൾ അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ രക്തം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? മരിച്ചവരുടെ ശരീരത്തിൽ നിന്നങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കില്ല മോനെ. അപ്പോൾ അതും നുണയാണ്. ചുരുക്കത്തിൽ നീ സത്യം പറയില്ല അല്ലേ എന്ന് ചോദിച്ച് ഹീറോ അവനെ വല്ലാതെ കുടുക്കുകയാണ്. ഒടുവിൽ ഒരു വിധത്തിൽ സ്റ്റീഫൻ സത്യം സമ്മതിക്കുന്നു. അതെ, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമില്ലായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അവളെ ഇടിച്ചിട്ടതൊന്നും ഞാനല്ല. അവൾക്ക് അപകടം പറ്റിയതിനു ശേഷമാണ് യാദൃച്ഛികമായി ഞാൻ അവിടെ എത്തിയത്. അപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവസാന ജീവൻ കയ്യിൽ പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ. അതേ അവസ്ഥയിലാണ് ഞാൻ അവളെ എടുത്തുകൊണ്ടുപോയി മരത്തിനു മുകളിൽ വെച്ചത്. ഞാൻ തയ്യാറാക്കിയ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിൽ ആൽബർട്ടിന്റെ മുടിയും വസ്ത്രവും മാത്രമല്ല ഇളകുന്നത്, അവളുടെ മൂക്കിൽ നിന്നും ശ്വാസവും വരുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? വേറെ ലെവലല്ലേ എന്റെ ആർട്ട്? മരിക്കാൻ കിടന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കാതെ അവൾ പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിന്ന് അവളെ കൊന്നതിനെക്കുറിച്ച് അവൻ വളരെ അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത്. നീയൊക്കെ ജയിലിൽ കിടന്നു തന്നെ ചാകണം, അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ വിട്ടിട്ട് ഹീറോ പുറത്തേക്ക് വരുന്നു. റോസ് ആ സ്പിരിച്വൽ സെന്ററിൽ പോയതിനു ശേഷം ഇതുവരെ അവൾ ഹീറോയോട് സംസാരിച്ചിട്ടില്ല. ഹീറോ എത്രയോ തവണ വിളിച്ചിട്ടും അവൾ അവിടെ അതിനടിമയായി പോയതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല. ഇപ്പോഴും വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. അവൾ അവിടെ അട്ടുവിനൊപ്പം ചേർന്ന് പൂർണ്ണമായി സഹകരിച്ച് സ്വയം മറന്ന അവസ്ഥയിലാണ്. ബിർജോയും അട്ടുവും ഒരുമിച്ചായിരുന്നു എന്ന് ഹീറോ കണ്ടിരുന്നല്ലോ. അതിൽ ബിർജോ ഗർഭിണിയായി. ഈ വിവരം പോയി അട്ടുവിനോട് പറഞ്ഞപ്പോൾ, ഓ മൈ ഗോഡ്, ഒരേ രക്തത്തിൽ നിന്ന് ഒരു ജീവൻ ജനിക്കാൻ പോവുകയാണോ? ഒരു സൂര്യപുത്രൻ ഉണ്ടാകാൻ പോവുകയാണോ? ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടുകയാണ്. അപ്പുറത്ത് ഹീറോ നിൽക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ടാകുന്നു. ജയിലിലായിരുന്ന സ്റ്റീഫൻ സ്വയം പരിക്കേൽപ്പിക്കുകയും അതിന് പോലീസ് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് അവൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവൻ രക്ഷപ്പെട്ടു പോകുന്ന CCTV ഫുട്ടേജ് ഹീറോ കാണുന്നുണ്ട്. രക്ഷപ്പെടുന്നതിന് മുൻപ് അവനെ ചികിത്സിച്ച ഡോക്ടറോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് സ്റ്റീഫൻ അവിടെ നിന്ന് കടന്നുകളയുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആർട്ട് വർക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. എനിക്കൊരു ജോലിയും പാതി വഴിയിൽ നിർത്തിപ്പോരുന്നത് ഇഷ്ടമല്ല. ഞാനത് പോയി തീർത്തിട്ട് വരാം എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ക്യാമറ നോക്കി ചിരിച്ചുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഹീറോയ്ക്ക് നന്നായി അറിയാം, ആദ്യമായി ഹീറോ അവനെ കാണാൻ പോയപ്പോൾ അവൻ വർക്ക്ഷോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ട് അവിടെ പോയിട്ടാകും അവൻ അവന്റെ പണി തീർക്കുന്നത് എന്ന് കരുതി ഹീറോയും ആസാദും അവിടേക്ക് പോകുന്നു. അവിടെ വലിയൊരു സ്ക്രീനിൽ മരിച്ച ആൽബർട്ടിന്റെ ഫോട്ടോ അവൻ എടുത്തിരുന്നല്ലോ. ആ ഫോട്ടോകളൊക്കെ കാണിച്ച് പശ്ചാത്തലത്തിൽ എവിടെയോ നിന്ന് അവൻ സംസാരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ശരീരം വെച്ച് വലിയൊരു ആർട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളുടെ ഫോട്ടോ എടുത്തത്. എന്നാൽ ഞാൻ തന്നെയാണ് അവളെ കൊന്ന കൊലയാളി എന്നാണ് പോലീസ് പറയുന്നത്. ഇത് സത്യമാണോ നുണയാണോ എന്ന് നിങ്ങൾ തന്നെ പറയൂ എന്നവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതവൻ അവിടെ വന്ന രണ്ടുപേരോടോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോടോ അല്ല ചോദിക്കുന്നത്. ഇതെല്ലാം അവൻ ഡാർക്ക് വെബിൽ ലൈവായി സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിരവധി ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം അവസാനമായി അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിനെപ്പോലും ഒരു ആർട്ടായി കാണിക്കണം എന്ന് കരുതി ഒരു നിഴൽ പോലെ വന്ന് തന്നെ കൊല്ലുന്ന രീതിയിൽ ആർട്ടിന്റെ രൂപത്തിൽ അവൻ ആത്മഹത്യ ചെയ്യുന്നു. താനൊരു കഴിവുള്ള ആർട്ടിസ്റ്റാണെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കണം എന്നതാണ് സ്റ്റീഫന്റെ ഉദ്ദേശം. അതിനുള്ള പണികളൊക്കെയാണ് ഇതെല്ലാം കണ്ട് പെർഫെക്റ്റായൊരു ആർട്ട് റെഡിയാക്കി ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അവൻ സ്വയം ജീവനൊടുക്കുന്നു. ഒരു ശല്യം തീർന്നുകിട്ടി എന്ന് കരുതി അത് വിട്ടുകളഞ്ഞ് ഹീറോ രാത്രി വീട്ടിൽ ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ ക്രിസ്റ്റ്യന്റെ മുൻ ഭാര്യ വിളിക്കുന്നു. അവൾ ആദ്യമായി അന്ന് ഹീറോയെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞു വിട്ടിരുന്നില്ലേ? ഇപ്പോൾ അവൾ ഹീറോയെ ഫോണിൽ വിളിച്ചു പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് വളരെ മോശമായാണ് പെരുമാറിയത്. അതെന്റെ തെറ്റാണ്. പക്ഷെ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു. നമ്മുടെ മകൻ ജനിച്ചതിനു ശേഷം നീ അവനെ കണ്ടിട്ടേയില്ലല്ലോ. അതുകൊണ്ട് അവൻ ചെറുപ്പം മുതൽ വളർന്നു വന്നതിന്റെ ഫോട്ടോകളൊക്കെ ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണോ. സമയം കിട്ടുമ്പോൾ വന്ന് എന്നെ ഒന്ന് കാണണം. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കുന്നു. രാവിലെ ഹീറോ ആ ഫോട്ടോകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു കാര്യം ഓർമ്മ വരുന്നു. ബിജോയ് മരിച്ചതിനു മുൻപ് അപ്പ എന്നോട് ക്ഷമിക്കണം എന്ന് ക്രിസ്റ്റ്യനോട് മാപ്പെഴുതി ചോദിച്ചുകൊണ്ട് ചോര കൊണ്ട് കണ്ണാടിയിൽ എഴുതി വെച്ചിട്ടല്ലേ ആത്മഹത്യ ചെയ്തത്? അതെന്തിനാണെന്ന് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ബെക്കിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഹീറോയ്ക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനുണ്ട്. അവനെ വിളിച്ച് ബിജോയ് മരിച്ച ആ സ്ഥലത്തുനിന്ന് നിങ്ങൾക്കെന്തെങ്കിലും കിട്ടിയിരുന്നോ എന്ന് അന്വേഷിക്കുന്നു. അതെ, ഒരു കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ട്. അതിൽ നിറയെ ഫോട്ടോകളാണ്. അതെന്താണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും സാരമില്ല, ബെക്ക് അറിയാതെ ആ കമ്പ്യൂട്ടറിലെ ഫോട്ടോകളൊക്കെ എനിക്കൊന്ന് അയച്ചതാ എന്ന് ഹീറോ അവനോട് പറഞ്ഞ് ആ ഫോട്ടോകളൊക്കെ വാങ്ങുന്നു. അതൊക്കെ നോക്കുമ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ആ ഫോട്ടോയിൽ അട്ടു, ബിജോയ് എന്നിവരോടൊപ്പം ആൽബർട്ട് കൂടി ചേർന്ന് 3 പേരും ഒരുമിച്ചാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതും ആ സ്പിരിച്വൽ സെന്ററിൽ വെച്ച്. അപ്പോൾ സ്പിരിച്വൽ സെന്ററിലേക്ക് ആൽബർട്ട് മാത്രമല്ല ബിജോയും പോയിട്ടുണ്ട്. മാത്രമല്ല, അതിലൊരു ഫോട്ടോയിൽ അട്ടുവിന്റെ കക്ഷം കാണുമ്പോൾ തന്നെ ഗർഭിണിയാക്കിയ ബോഡി ബിൽഡറുടെ കക്ഷത്തിൽ റോസ് നിറത്തിലുള്ള ഒരു ടാറ്റു ആൽബർട്ട് വരച്ചു വെച്ചിരുന്നല്ലോ. അതേ ടാറ്റു ഇവന്റെ കയ്യിലുമുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾ ഇവനാണോ? അങ്ങനെയിരിക്കെ ഇതറിഞ്ഞതിനു ശേഷം എങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? നേരത്തെ ഉള്ളിൽ പോയ റോസിന് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. ഇതുവരെ അവളിൽ നിന്ന് ഒരു വിവരവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്പിരിച്വൽ സെന്ററിൽ പോയി റോസിനെ രക്ഷിക്കണം, ഒപ്പം അട്ടുവിനെയും ബിർജോയെയും പിടിക്കണം എന്ന് കരുതി ഹീറോയും ആസാദും അവിടേക്ക് പോകുന്നു. അതിനിടയിൽ സ്പിരിച്വൽ സെന്ററിൽ പുതുതായി വരുന്നവരെല്ലാവരും തുടർച്ചയായി 7 ദിവസം നല്ല ചൂടുള്ള ഒരു മുറിയിൽ താമസിക്കുന്ന ഒരു ടെസ്റ്റിൽ പാസ്സാകണം. എന്നാൽ മാത്രമേ അവിടെ സ്ഥിരം മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. റോസ് ഇപ്പോൾ വന്നതേയുള്ളൂവല്ലോ, അതിനാൽ അവൾക്ക് ഈ ടെസ്റ്റ് നൽകണമെന്ന് പറഞ്ഞ് ബിർജോ റോസിനെ ആ ചൂടുള്ള മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. റോസ് അവിടെ വന്നതു മുതൽ അട്ടുവും റോസും വളരെ അടുപ്പത്തിലാണ്. അത് ബിർജോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നീ ഇവിടെ വന്നതു മുതൽ നിന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു പന്തികേടുണ്ട്. ഒരുപക്ഷെ നീ പോലീസാണോ എന്ന് ചോദിച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും അത് വലിയൊരു അടിപിടിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതിനിടയിൽ റോസ് നൽകുന്ന ഒരു ചവിട്ട് ബിർജോയുടെ വയറ്റിൽ തന്നെ കൊള്ളുന്നു. ഇതിനു പകരമായി ബിർജോ റോസിനെ ക്രൂരമായി മർദ്ദിക്കുകയും ആ റൂമിൽ തന്നെ അവിടെ പൂട്ടിയിട്ടിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. വയറുവേദന സഹിക്കാൻ കഴിയാതെ ബിർജോ പോയി ഓഫീസിലിരിക്കുമ്പോൾ അവിടെ ഹീറോ അട്ടുവിനെ അന്വേഷിച്ചു വന്നിരിപ്പുണ്ട്. നിങ്ങളുടെ ഈ സ്പിരിച്വൽ സെന്ററിലേക്ക് വരുന്ന പെൺകുട്ടികളൊക്കെ തുടർച്ചയായി കൊല്ലപ്പെടുകയാണല്ലോ, അതും അവർ ഗർഭിണികളായിരിക്കുമ്പോൾ. നിങ്ങളുടെ ആ അട്ടു അവരുമായി ശാരീരിക ബന്ധം പുലർത്താറുണ്ടോ അതോ എന്താണെന്ന് ഹീറോ ചോദിക്കുന്നു. മസിൽ മാത്രം വളർന്ന ആ മണ്ടന് ഇതൊക്കെ തന്നെയാണ് പണി. ഇവിടെയുള്ളവരുമായി അവൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൽപ്പര്യമുള്ളവരൊക്കെ അവന്റെ കൂടെ നിൽക്കും. ഇതിൽ നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്ന് ബിർജോ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് അട്ടുവിനെ വെറുതെ ഒന്ന് കണ്ട് സംസാരിക്കണം, സംസാരിക്കാമോ എന്ന് ഹീറോ അനുവാദം ചോദിക്കുന്നു. അപ്പോൾ സംസാരിക്കാമല്ലോ, എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ബിർജോ ഹീറോയെ തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് താഴേക്ക് തല്ലിയിട്ട് പൂട്ടിയിടുന്നു. ബോധം തെളിഞ്ഞ് ഹീറോ കണ്ണു തുറക്കുമ്പോൾ അവൾ കയ്യിലൊരു ഇലക്ട്രിക് വയർ പിടിച്ചുകൊണ്ട് ഹീറോയെ ഭയപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാകുന്നത് ബിർജോയ്ക്ക് അവളുടെ സ്വന്തം സഹോദരനിൽ നിന്നു തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു ആഗ്രഹം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവളുടെ ചേട്ടന്റെ കുഞ്ഞിനെ അവൾ മാത്രമേ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പാടുള്ളൂ എന്നായിരുന്നു അവളുടെ വാശി. ഒരുപാട് കാലമായി ശ്രമിച്ചിട്ടും അവൾ ഗർഭിണിയായില്ല. ആ സമയത്താണ് അട്ടുവിലൂടെ മറ്റു ചില പെൺകുട്ടികൾ ഗർഭിണികളാകുന്നത്. അതായത് ആൽബർട്ട്, വാണ്ട തുടങ്ങിയവരൊക്കെ. ഇതൊന്നും ബിർജോയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് അവളാണ് ശരിക്കും അവരെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചത്. എല്ലാം എന്തിനാണെന്ന് വെച്ചാൽ അവൾക്ക് ഗർഭിണിയാകണം, അവൾക്ക് സ്വന്തമായി കുഞ്ഞുണ്ടാകണമെന്നതിനു വേണ്ടി മാത്രം. പക്ഷെ എന്ത് കാര്യം, റോസ് വയറ്റിൽ ചവിട്ടിയതുകൊണ്ട് അവളുടെ ഗർഭം അലസിപ്പോകുകയും അവൾക്ക് ബ്ലീഡിംഗ് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ സൂര്യപുത്രന്റെ കാര്യം തീരുമാനമായി.
അപ്പോഴും ഹീറോ അവളോട് പറയുന്നുണ്ട്, നിനക്ക് ബ്ലീഡിംഗ് കൂടുതലാണ്, എന്നെ പുറത്തുവിട്, ഞാൻ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിക്കാമെന്ന്. പക്ഷേ അവൾ അത് കേട്ടില്ല. കയ്യിലുണ്ടായിരുന്ന ആ കറണ്ട് കമ്പി ഹീറോയുടെ ദേഹത്തേക്ക് തന്നെ ഇട്ടിട്ട് വേദന സഹിക്കാൻ കഴിയാതെ അവൾ പുറത്തേക്ക് വരികയാണ്. അവൾ പുറത്തുവരുന്നത് സെന്ററിൽ റോസിനെ അന്വേഷിച്ച് നടന്നിരുന്ന ആസാദ് കാണുന്നു. അങ്ങനെ ആസാദ് അകത്തുപോയി ഹീറോയെ രക്ഷിക്കുകയും തുടർന്ന് ഇരുവരും ചേർന്ന് റോസ് എവിടെയാണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് ആ ഹീറ്റ് റൂമിൽ കുടുങ്ങിയ റോസിന് പുറത്തിറങ്ങാൻ വേറെ വഴിയില്ലായിരുന്നു. അവിടെ വെച്ച് അവൾക്ക് ലെൻസുള്ള ഒരു കണ്ണട കിട്ടുന്നു. ചെറുപ്പത്തിൽ നിങ്ങളും ഇത് പരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ. സൂര്യപ്രകാശത്തിന് നേരെ ലെൻസ് കാണിച്ചാൽ അതിന് താഴെയുള്ള സാധനം ചൂടായി കുറച്ചു കഴിയുമ്പോൾ കത്താൻ തുടങ്ങുമല്ലോ. അതേ ടെക്നിക്ക് ഉപയോഗിച്ച് അവൾ ആ സ്ഥലത്ത് തീയിടുന്നു. അതേസമയം അമിതമായ ബ്ലീഡിംഗ് കാരണം അട്ടുവിന്റെ റൂമിൽ പോയിരിക്കുന്ന ബിർജോയെ അട്ടുവന്ന് കാണുന്നു. അവന്റെ പേരുപോലെ തന്നെ അവൻ വെറുമൊരു മണ്ടനാണ്. ബിർജോ 2 പെൺകുട്ടികളെ കൊന്നതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. ഗർഭം അലസിയെന്നറിഞ്ഞപ്പോൾ അയ്യോ എന്തുപറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് പോലീസ് വന്ന കാര്യം അവൻ അറിയുന്നത്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ബിർജോയെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകുന്നു. അമിതമായ രക്തസ്രാവം കാരണം ബിർജോ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അതിനുശേഷം ഒരു റൂമിൽ തീ കത്തുന്നത് കണ്ട് അവർ ആ റൂമിൽ പോയി റോസിനെയും രക്ഷിക്കുന്നു. എന്നാൽ അട്ടുവിനെ ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. അവനെ പിടിച്ചാൽ മാത്രമല്ലേ കേസ് പൂർത്തിയാകൂ. അവൻ ഇടയ്ക്കിലേക്ക് പെൺകുട്ടികളെയെല്ലാം കടൽത്തീരത്തുള്ള ഒരു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാനായി കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവൻ റോസിനെയും അവിടെ കൊണ്ടുപോയിരുന്നു. അവൻ തീർച്ചയായും അവിടേക്കായിരിക്കും പോയത് എന്ന് മനസ്സിലാക്കിയ റോസ് ഹീറോയെയും ആസാദിനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വിചാരിച്ചതുപോലെ അവൻ അവിടെ തന്നെയുണ്ട്. അവനെ പിടിക്കാൻ പോകുമ്പോൾ അവിടെ യാതൊരു ബന്ധവുമില്ലാതെ ജൂൺ വരുന്നു. ജൂൺ എന്നുവെച്ചാൽ ക്രിസ്ത്യന്റെ ഭാര്യ. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ച് ഹീറോ ഞെട്ടുന്നു. എല്ലാവരും പോലെ നമ്മുടെ മകനാണ് തെറ്റ് ചെയ്തത് എന്ന് നീയും തെറ്റിദ്ധരിക്കരുത്. അവർ അവനെ മയക്കുമരുന്നു കരുകി തങ്ങളുടെ മായാവലയിൽ വീഴ്ത്തിയതാണ് എന്ന് പറഞ്ഞ് ജൂൺ ഒരു കഥ പറയാൻ തുടങ്ങുന്നു. ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിരുന്നില്ലേ, ക്ലൈമാക്സിൽ സത്യമായും ആർക്കും ഊഹിക്കാൻ കഴിയാത്തൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. ആ കിടിലൻ ട്വിസ്റ്റ് ഇതാ ഇവിടെയാണ് വരുന്നത്. ബിജോയ്ക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നല്ലോ. അവൻ അതിന് അടിമയായിരുന്നു. ആ സമയത്താണ് അവൻ ഈ സെന്ററിൽ വന്നു ചേരുന്നത്. ഇവർ പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനകളിലൂടെയും കാണിച്ചുകൊടുത്ത വഴിയിലൂടെയും അവൻ മയക്കുമരുന്ന് ഉപയോഗം നിർത്തി. പകരം ആത്മീയതയ്ക്ക് അടിമയായി മാറി. അതേ സമയത്ത് തന്നെയാണ് ആൽബർട്ട് ഇവിടെ വന്നു ചേരുന്നത്. കിട്ടിയ അവസരം മുതലെടുത്ത് ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അട്ടു ആൽബർട്ടുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും അവളെ ഗർഭിണിയാക്കുകയും ചെയ്തു. എന്നാൽ ആര് ഗർഭിണിയായാലും ബിർജോയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ലല്ലോ. ഗർഭിണിയായ ആൽബർട്ടിനെ കൊല്ലാനായി ബിർജോ ബിജോയെ തനിച്ചു വിളിക്കുന്നു. നീ സൂര്യനാൽ അയക്കപ്പെട്ട ഒരു ദൈവീക ജന്മമാണ്. ഞാൻ പറയുന്നത് ചെയ്താൽ മാത്രമേ നിന്റെ ജന്മം സഫലമാകൂ. അതിനാൽ നീ ആൽബർട്ടിനെ കൊല്ലണം എന്ന് അവൾ അവനോട് പറഞ്ഞു. ബിജോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ബിർജോ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവർ അവനെ ആ സെന്ററിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ അവൻ അമ്മയായ ജൂണിന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. മകൻ വീണ്ടും മയക്കുമരുന്നിന് അടിമയാകരുത്, അവൻ ആ സെന്ററിൽ തന്നെ തുടരണം എന്നതിനായി എന്ത് ചെയ്യാമെന്ന് ജൂൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ജൂൺ കാർ ഓടിച്ചു പോകുമ്പോൾ അവിചാരിതമായ ആൽബർട്ട് ഒരു സൈക്കിളിൽ വരുന്നു. മകനോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഞാൻ തന്നെ ചെയ്താൽ എന്താ എന്ന് ആ നിമിഷത്തിൽ തന്നെ ചിന്തിച്ചത് ഇവളാണ്. അങ്ങനെ സൈക്കിളിൽ വന്ന ആൽബർട്ടിനെ കാർ ഇടിപ്പിച്ച് അപകടപ്പെടുത്തിയത് ജൂണാണ്. എന്നിട്ടും അവനെ ആ സെന്ററിൽ നിർത്തിയില്ലല്ലോ. എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അവരവനെ സെന്ററിൽ നിന്ന് പുറത്താക്കി. അവൻ വീണ്ടും മയക്കുമരുന്നിനടിമയായി. എന്നാൽ ക്രിസ്ത്യൻ നടത്തിയ അന്വേഷണത്തിൽ അയാൾ എന്താണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ തന്റെ മകനാണ് ആൽബർട്ടിനെ കൊന്നതെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അത് സത്യമാണോ എന്ന് അയാൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല. തുടർന്ന് അന്വേഷിച്ചാലല്ലേ അറിയാൻ കഴിയൂ. എന്നാൽ ഡിപ്പാർട്ട്മെന്റുകാർ അതിന് അനുവദിച്ചതുമില്ല. ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. നമ്മൾ നേരത്തെ തന്നെ സത്യം പറയാതിരുന്നതുകൊണ്ടാണ് അപ്പൻ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന കുറ്റബോധം സഹിക്കാൻ കഴിയാതെ ബിജോയും ആത്മഹത്യ ചെയ്യുകയും കണ്ണാടിയിൽ സോറി അപ്പ എന്ന് എഴുതിവെക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെല്ലാമുള്ള പ്രധാന കാരണം ആ എല്ലുപോലെയുള്ള ജൂണാണ്. അവള് തന്നെ അത് സ്വന്തം വാഗൊണ്ട് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ നീ ചെയ്തോ, ശരി നീയൊന്ന് മാറി നിൽക്ക്, ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തിട്ട് വരാം, എന്നിട്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തിയിട്ട് ഹീറോ മലഞ്ചെരുവിൽ നിൽക്കുന്ന അട്ടുവിനെ അറസ്റ്റ് ചെയ്യാൻ അടുത്തേക്ക് പോകുമ്പോൾ ജൂൺ വെറുതെ നിന്നില്ല. തന്റെ മകന്റെ മരണത്തിന് പൂർണ്ണ കാരണം ആ സെന്റർ നടത്തിയിരുന്ന അട്ടുവും ബിർജോയുമാണല്ലോ. അട്ടു അറിഞ്ഞുകൊണ്ടൊന്നും നടന്നില്ലെങ്കിലും നടന്നതിനെല്ലാം പ്രധാന കാരണക്കാരൻ അവൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ഹീറോ ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് കാർ അതിവേഗത്തിലെടുത്ത ജൂൺ മലഞ്ചെരുവിൽ നിന്നിരുന്ന അട്ടുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയും കാറിനോടൊപ്പം ഇരുവരും താഴെ കൊക്കയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അട്ടുവും തീർന്നു, കാറ് പൊട്ടിത്തെറിച്ച് ജൂണും മരിച്ചു. ഇവിടെ സീൻ കട്ട് ചെയ്യുന്നു. അവസാനം ഹീറോയും റോസും ആസാദും തങ്ങളുടെ ഓഫീസായ ഡിപ്പാർട്ട്മെന്റ് ക്യൂവിലിരുന്ന് പേപ്പർ വർക്കുകൾ നോക്കുകയാണ്. സ്പിരിച്വൽ സെന്ററിൽ അനുഭവിച്ച അനുഭവങ്ങളെ ഇതുവരെ അവൾക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓഫീസിലേക്കടിക്കുന്ന സൂര്യപ്രകാശത്തിലേക്ക് ഒരു 2 മിനിറ്റ് ഉറ്റുനോക്കിയ ശേഷം അവൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിവന്ന് തന്റെ പേപ്പർ വർക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തു തന്നെ സംഭവിച്ചാലും, എത്ര കൊലപാതകങ്ങൾ നടന്നാലും നമ്മുടെ ടീം ഏറ്റെടുത്ത കേസ് വിജയകരമായി പൂർത്തിയാക്കി എന്നൊരു മാസ് എൻഡിങ്ങോടെ ഈ സിനിമയുടെ കഥയും ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങൾക്കിഷ്ടമായോ? കമന്റ് ബോക്സിൽ പറയണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ അടിപൊളി സിനിമകളുമായി നമുക്ക് വീണ്ടും കാണാം.
ലോട്ട്സ് ഓഫ് ലവ് ഗൈസ് ബൈ